എനിക്കാരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, എനിക്ക് ചെയ്യാൻ എൻ്റെ കൂടെ നിൽക്കാൻ എനിക്കാരുമില്ല. ഈ പല്ലവികളൊക്കെ പാടി പാടി നിങ്ങൾക്ക് മടുത്തില്ലേ? ഇനിയും ആർക്ക് വേണ്ടിയാണ് നിങ്ങളിങ്ങനെ കാത്തു നിൽക്കുന്നത്? നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് നടന്നാൽ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും. ആരും ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. നമ്മളും ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കരുത്. സമയവും അവസരവും വ്യക്തികളും ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. അതിങ്ങനെ ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അവസരങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. സമയം നമ്മൾ ഒരിക്കലും കളയാതിരിക്കുക. വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. എനിക്ക് മറ്റൊരാളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ, എന്നെ പുഷ് ചെയ്യാൻ ഒരാൾ വേണം എന്ന് നമ്മളിങ്ങനെ സമയോചിതമായി പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ഒരിക്കലും നമുക്ക് മുൻപോട്ട് നടക്കാൻ സാധിച്ചെന്ന് വരില്ല. ആരാണോ നമ്മളെ പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളിവിടാൻ ആൾ വരിക എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ സമയത്ത് നമുക്കുള്ള സമയങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. നമുക്കുള്ള അവസരങ്ങൾ ഇങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളെ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടി ആരുണ്ടാവുകയുമില്ല. അപ്പോഴെന്താ നമ്മൾ ചെയ്യുക? നമ്മൾ വീണ്ടും ഇങ്ങനെ കാത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മളിങ്ങനെ കാത്തിരുന്ന് ജീവിതത്തിൻ്റെ ഓരോ അധ്യായങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ നമ്മളുടെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ഈ കാത്തിരിപ്പാണ്. കാത്തിരിപ്പിനൊരു പ്രത്യേകതയുണ്ട്. അതൊരിക്കലും മടുപ്പ് തോന്നിപ്പിക്കാത്ത ഒന്നാണ് ഈ കാത്തിരിപ്പ്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന കാത്തിരിപ്പ്, അവർ നമ്മളുടെ കൂടെ വരും എന്നുള്ളൊരു കാത്തിരിപ്പ്, അവർക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു എന്നുള്ളൊരു കാത്തിരിപ്പ്, ഒരു പ്രതീക്ഷയോട് കൂടിയ കാത്തിരിപ്പാണത്. അതിനൊരിക്കലും ഒരു മടുപ്പുണ്ടാവില്ല. ഏറെക്കുറെ നമുക്കൊക്കെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. നല്ലൊരു ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ഓരോ പ്രതീക്ഷകളോട് കൂടിയാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുക. ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും, പ്രതീക്ഷകളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ ആ ദിവസം വന്നെത്തുമ്പോൾ ആ കാത്തിരുന്നത്ര സുഖമൊന്നും അതിനുണ്ടാകാറില്ല. ജീവിതം ഒരു കാത്തിരിപ്പ് മാത്രമായിട്ട് അങ്ങനെ പോയാൽ ജീവിതത്തിൽ നമുക്കൊന്നും നേടാൻ പറ്റിയെന്ന് വരില്ല. ആദ്യം വേണ്ട തിരിച്ചറിവ് നമുക്ക് നമ്മളുണ്ട് എന്ന ബോധ്യമാണ്. നമ്മളെ പുഷ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവാം, നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവാം. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരികളിലെല്ലാം ഒരു നന്മയുണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും മുഖ്യം. ആ നന്മയുണ്ടെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള പാതകളിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്നതിലെല്ലാം വെളിച്ചം പകരാൻ അതിന് സാധിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കാത്തിരുന്ന് എല്ലാത്തിലും ഒരു കാത്തിരിപ്പ് മാത്രമായിട്ട് എത്ര വർഷങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്? ഇനിയുള്ള ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും നമുക്ക് ജീവിക്കാം. ഒന്നിനു വേണ്ടിയും കാത്തിരിക്കരുത്, ആർക്ക് വേണ്ടിയും കാത്തിരിക്കരുത്. സമയം ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. ഓരോ സെക്കൻഡും ഓരോ നിമിഷവും നമ്മുടെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം ഇങ്ങനെ കുറച്ചു കൊണ്ടുപോവുകയാണ്. ഏതൊരു സാഹചര്യത്തിന് വേണ്ടിയും ഏതൊരവസ്ഥയ്ക്ക് വേണ്ടിയും നമ്മൾ നാളേക്ക് മാറ്റിവെക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ഈ നിമിഷം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ജീവിതത്തിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടം തൊട്ട് ആരംഭിക്കുകയാണ് വേണ്ടത്. ഒന്നും മാറ്റിവെക്കാതിരിക്കുക, കാത്തിരിക്കാതിരിക്കുക. ആ നിമിഷത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടാനുള്ള നല്ല നിമിഷങ്ങളും മോശം നിമിഷങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം. അതിനെക്കുറിച്ചോർത്ത് വരാനിരിക്കുന്നതിനെക്കുറിച്ചോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കുകയോ വരാൻ പോകുന്നതിനെക്കുറിച്ച് നമ്മൾ സന്തോഷിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് തീർത്തും പറയാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ല വേണ്ടത്. ഈ നിമിഷം എന്താണോ അത് നമ്മൾ വേണ്ടുവോളം ആസ്വദിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്.